എന്റെ മേലെടുത്ത് ചെക്കിയമ്മയുടെ കന്നിക്കുട്ടിൽ ആധാരമായിട്ട് ജനിച്ചു വെച്ചിരിക്കുന്ന മുക്കുറ്റിക്കള്ളും ഒന്നായരാക്കും കൊണ്ടുപോകാൻ ഞാൻ അടുത്ത വശത്ത് കുറെ കൊണ്ടുപോകാൻ കുറെ. നമസ്കാരം, ഞാൻ സുകുമാരൻ. ഉത്തര കേരളത്തിൽ പ്രാബല്യത്തിലുള്ള ഒരു അനുഷ്ഠാന കലയായ തെയ്യത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ദൈവം എന്ന വാക്കിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് തെയ്യം. പരമ്പരാഗതമായിട്ട് നാടൻ പാട്ടുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കലാരൂപമാണ് തെയ്യം. തമിഴിലും മലയാളത്തിലും എല്ലാം ദൈവം എന്ന് പറയുന്ന വാക്കിന്റെ രൂപം ആണ് നാടൻ ഭാഷയിൽ തെയ്യമായി മാറി. ഇത് തെയ്യമെന്നും തെയ്യാട്ടമെന്നും തിറയെന്നും പല പേരുകളിൽ ഉത്തര കേരളത്തിൽ അറിയപ്പെടുന്നു. ഇത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും പ്രാമുഖ്യം നേടിയിട്ടുള്ളത്. തെക്കൻ കേരളത്തിൽ പ്രായേണ ഈ കലാരൂപം കുറവാണ്. തുലാം 10 മുതൽ ഇടവം 15 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ തെയ്യക്കോലങ്ങൾ പുറത്തിറങ്ങുന്നത്. അതുവരെ അരമനകളിൽ അടച്ചിരിക്കുന്ന തെയ്യക്കോലങ്ങൾ തുലാം 10 പുറത്തിറങ്ങും. രാത്രിയിൽ ചെണ്ടയുടെ ശബ്ദം കേൾക്കുമ്പോൾ വീടുകളിലുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ ചൂട്ടുവെളിച്ചത്തിൽ അടുത്തുള്ള അവരുടെ കാവുകളിലേക്ക് ഓടിയെത്തും. അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ തെയ്യം അല്ലെങ്കിൽ തിറയാട്ടം. ആയിരക്കണക്കിന് കാവുകൾ ഈ പ്രദേശങ്ങളിൽ ഉത്തര കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നിലനിന്നു പോയി. ഈ കാവുകളിലെത്തുന്ന തെയ്യങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഒരു വർഷത്തെ മുഴുവൻ അധ്വാനത്തിന്റെ കാത്തിരിപ്പിന്റെ വ്രതാനുഷ്ഠാനത്തിന്റെ പരിണത ഫലമായിട്ടാണ് തെയ്യങ്ങളായിട്ട് ദൈവങ്ങളായിട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ തെയ്യക്കോലങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ദൈവമായിട്ട് കണ്ട് അവരുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും നേട്ടങ്ങളും കൂട്ടങ്ങളും തെയ്യത്തോട് ഏറ്റുപറഞ്ഞ് അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി അനുഗ്രഹം തേടുന്നത് ഈ ദൈവങ്ങളോടാണ്. രൗദ്രമാണ് മുഖമുദ്ര. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനായിരുന്നു കേളൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ അയാളെ നേരെ എടുത്ത് ചക്കിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ വനം കൊത്തി വൃത്തിയാക്കി കൃഷിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അയാളോട്. അപ്പോൾ ഇതിന് പ്രതിഫലമായിട്ടെന്ന് വെച്ചാൽ ഉക്കുത്തിക്കള്ളും 3 റാക്കും. അപ്പോൾ ആയുധം എടുത്ത് കള്ളും റാക്കും കൊടുത്ത് ഒരു കുറ്റ് കുടിച്ചു, ഇത് കുറ്റി മാറാപ്പാക്കി. മാറാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുവലിൽ കെട്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ കാട് ഒറ്റ വയക്കാൻ തുടങ്ങി. ഒരു വെള്ളിയാഴ്ച കെട്ടിച്ച നേരത്താണ് തുടങ്ങുന്നത്. അപ്പോൾ 4 ഭാഗവും എല്ലാം ബൈക്ക് വെച്ചു, 4 ഭാഗവും തീയും കൊടുത്തു. തീ ആളി കത്തി. അപ്പോൾ അഗ്നിമയമായി ഒന്നും കാണാനില്ല, എവിടെയായി നടുക്കൊരു കരിനെല്ല് മരം കാണുന്നു. അപ്പോൾ ഈ കേളൻ പ്രാണഭയത്തോടെ കരിനെല്ലിൽ പാഞ്ഞു കയറി. അപ്പോൾ 2 സർപ്പത്താമാർ ഇതേപോലെ പേടിച്ചിട്ട് ഈ കരിനെല്ല് മരത്തിന് മേലുണ്ട്. പേടിച്ചവന്റെ ഈ കേളന്റെ മേലെ ഈ 2 പാമ്പും വിഷം ചൊരിഞ്ഞു കൊത്തിയിട്ട്. അപ്പോൾ 3 പേരും അഗ്നിയിൽ വീണു.
വെന്ത് കരിഞ്ഞു. അപ്പോൾ വൈകുന്നേരം വയനാട്ട് പൂരം വരുന്ന സമയത്ത് ഈ കരിഞ്ഞു കിടക്കുന്ന ഇത് കണ്ടിട്ട് വില്ലിന്റെ പൊയ്ക്കാല് കൊണ്ട് വയനാട്ട് പൂരം തട്ടി നോക്കി. അന്നേരമാണ് ഇത് ഒരാളാന്ന് മനസ്സിലാകുന്നതും ഇയാളെ ദൈവഗുരുവായിട്ട് മാറ്റുന്നതും. അപ്പോൾ കണ്ടതുകൊണ്ട് കടനാറുകാളനായി എന്ന നാമധേയം.